إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب സ്നേഹമുള്ള മുഅ്മിനുകളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളിൽ ഉൾപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിലെല്ലാം അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ന്യൂനതകളെ കണ്ടുപിടിക്കുക എന്നത് അവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. 10-30 പല്ലുള്ള ഒരാളുടെ മുന്നിലെ പല്ല് പോയാൽ ആളുകൾ ചോദിക്കും, ഒരു പല്ല് പോയല്ലേ എന്ന് ചോദിക്കും. ബാക്കി പല്ലുകളെ അയാൾ കാണില്ല. ഒരു വെള്ള വസ്ത്രത്തിൽ ഒരു ചെറിയ കറുത്തതോ മറ്റേതെങ്കിലും കളറിലുള്ള ഒരു കുത്ത് കണ്ടാൽ അതിനെയാണ് ആളുകൾ ശ്രദ്ധിക്കുക. ഒരുപാട് നോട്ടുകൾക്കിടയിൽ ഒരു ചീഞ്ഞ നോട്ടുണ്ടെങ്കിൽ ആ നോട്ടിലാണ് അയാളുടെ ശ്രദ്ധ ഉണ്ടാവുക. ഇതെല്ലാവരുടെയും ഒരു പ്രകൃതമാണ്. ഒരു പേപ്പർ കഷ്ണം നിന്ന് നമുക്കുണ്ടായ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒരു ഭാഗത്ത് നമുക്കുണ്ടായ നിഅമത്തും രേഖപ്പെടുത്താൻ പറഞ്ഞാൽ ആദ്യം ഏത് ഭാഗമാവും ഫുള്ളാവുക? ആദ്യം സങ്കടങ്ങളുടെ പട്ടികയായിരിക്കും ഫുള്ളാവുക. എന്നാൽ നമുക്ക് കിട്ടിയ നിഅമത്തിനെ കുറിച്ച് നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല. അല്ലാഹു തആല പറഞ്ഞു, അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. എന്താണ് ശരിക്കും പറയേണ്ടത്? നിഅമത്തുകളെ കുറിച്ചാണ് പറയേണ്ടത്. മനുഷ്യന്റെ പ്രകൃതം നിഅമത്തുകൾ കാണാത്തതും ഇല്ലാത്ത ന്യൂനതകളെ കാണുന്നതുമാണ്. അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിന്റെ നിഅമത്തുകൾ വഇൻദഅദു നിഅമതല്ലാഹ് ലാ തുഹ്സുഹാ. നിങ്ങളെങ്ങാനും എണ്ണാൻ തിരിഞ്ഞാൽ അല്ലാഹുവിന്റെ നിഅമത്തുകൾ എണ്ണി തിട്ടപ്പെടുത്താനാവുകയില്ല. ജീവിതത്തിൽ തന്റെ ആവലാതി പറഞ്ഞ ഒരു മനുഷ്യനോട് സലഫുകളിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, നിന്റെ കണ്ണ് ഇത്ര രൂപക്ക് കൊടുക്കുവോ? അയാൾ പറഞ്ഞു, ഇല്ല, അതൊരു നിഅമത്താണ്, പക്ഷെ തിരിച്ചറിയുന്നില്ല. നിന്റെ ഇന്ന അവയവം ഇത്ര രൂപക്ക് കൊടുക്കുമോ? അയാൾ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ആവലാതി പറഞ്ഞ മനുഷ്യനോട് അയാൾ പറഞ്ഞു, നിന്റെ ശരീരത്തിൽ തന്നെ ഒരുപാട് നിഅമത്തുകളുണ്ട് എന്ന്. പക്ഷെ സുഹൃത്തുക്കളെ, നമ്മൾ നിഅമത്തായി എണ്ണുന്ന നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ വാഹനമാണെങ്കിലും നമ്മുടെ ബിസിനസ് ആണെങ്കിലും ഏതാണെങ്കിലും അതിനൊക്കെ പിന്നിൽ നമ്മുടെ ഒരു അധ്വാനമാണ്, നമ്മുടെ ഉറക്കമൊഴിക്കലും നമ്മുടെ റിസ്കും അതിനൊക്കെയുണ്ട്. എന്നാൽ അല്ലാഹു തആല ഒരു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ
നിഅമത്ത്, അത് ഹിദായത്താണ്. അതിന് ആരുടെയും ഒരു കയ്യില്ലത്, അത് അല്ലാഹുവിൽ നിന്ന് കിട്ടേണ്ടതാണ്. അത് ആ നിഅമത്ത് ഉപ്പക്ക് കിട്ടിയെന്ന് വിചാരിച്ച് മകന് കിട്ടണമെന്നില്ല. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ സാം വെള്ളത്തിൽ മുങ്ങി മരിച്ചിട്ടുണ്ട് ഹിദായത്ത് കിട്ടാതെ. ഇനിയോ ബാപ്പ മകന് കിട്ടി എന്ന് വിചാരിച്ച് ഉപ്പക്ക് കിട്ടണമെന്നുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവ് ആസർ നരകത്തിൽ വികൃതമാക്കപ്പെടുന്നുണ്ട്. മകന് കിട്ടി എന്ന് വിചാരിച്ച് ഉപ്പക്ക് കിട്ടണമെന്നില്ല. ഭർത്താവിന് കിട്ടി എന്ന് വിചാരിച്ച് ഭാര്യയ്ക്ക് ലഭിക്കണമെന്നുണ്ടോ ഹിദായത്ത്? ഇല്ല. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത് കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. ഭർത്താക്കന്മാരായിരുന്നു നൂഹ് നബിയും ലൂത്ത് നബി അലൈഹിസ്സലാമയും. പക്ഷേ അവരുടെ പ്രിയതമമാർക്ക് ആ ഹിദായത്ത് കിട്ടിയിട്ടില്ല. ഇനി ഭാര്യയ്ക്ക് കിട്ടി എന്ന് വിചാരിച്ച് ഭർത്താവിന് കിട്ടണമെന്നുണ്ടോ? അതുമില്ല. വറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. റബ്ബേ, എനിക്ക് കിട്ടിയ ഹിദായത്ത് എന്റെ ഭർത്താവിന് കിട്ടിയിട്ടില്ല, പീഡനങ്ങളാണ്. എനിക്ക് നിന്റെ അടുക്കൽ ഒരു വീട് സ്വർഗ്ഗത്തിൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ആസിയ ബിൻത് മുസാഹിമിനെ നമുക്ക് ചരിത്രത്തിൽ കാണാം. ആ ഹിദായത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. എന്റെ പൈസ എനിക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാം, എന്റെ വാഹനം ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കാം, പക്ഷെ ഹിദായത്ത് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ പറ്റൂല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനാഥത്വത്തിന്റെ ബാല്യമാണ്. ജനനത്തിന് മുമ്പേ പ്രിയ പിതാവ് മരണപ്പെട്ടു. ജനിച്ച 6 വയസ്സാകുമ്പോൾ അബവാ എന്ന പ്രദേശത്ത് 6 വയസ്സുകാരൻ ഉമ്മയുടെ ജനാസയ്ക്ക് മുകളിൽ നിന്ന് ഉമ്മു ഐമൻ എന്ന തന്റെ വീട്ടുകാർ കുടുംബത്തിന്റെ സഹോദരിയുടെ ഭൂമിയിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. അതും റോഡ് സൈഡിൽ വെച്ച് അബവാ എന്ന പ്രദേശത്ത്. വല്യുപ്പയുടെ സംരക്ഷണത്തിൽ 8 വയസ്സ് വരെ ജീവിച്ചു. വല്യുപ്പയും മരിച്ചിട്ട് 50 വയസ്സ് വരെ ദീർഘമായ 42 കൊല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്ങായി നിന്ന ആളാണ് അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് മരിച്ച കൊല്ലത്തെ ചരിത്രം വിശേഷിപ്പിച്ചത് ആമുൽ ഹുസ്ൻ, ദുഃഖത്തിന്റെ കൊല്ലം. ഖദീജയും അബൂ ത്വാലിബും ഒരേ കൊല്ലം മരിച്ചു, സങ്കടത്തിന്റെ കൊല്ലം. ആ അബൂ ത്വാലിബ് മരിക്കണ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. സമ്മതിച്ചില്ല. പറഞ്ഞു, അലിംതു അന്ന ദീന മുഹമ്മദ് ഹഖ്ഖാ, എനിക്കറിയാം മുഹമ്മദ് നിന്റെ മതമാണ് ശരിയെന്ന്, പക്ഷേ ഞാൻ ഈ ഒരു സമയത്ത് അത് ചെയ്താൽ എന്ന് പറഞ്ഞു. അവിടുന്ന് സങ്കടപ്പെട്ട് ഇറങ്ങി പോരുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറഞ്ഞു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. നബിയെ, നിങ്ങൾ വിചാരിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കാൻ നിങ്ങൾക്കാവുകയില്ല. എളപ്പനോട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോട് സംസാരിച്ചോക്കാം, പക്ഷേ അള്ളാഹു വിചാരിക്കണം ഹിദായത്ത് കൊടുക്കാൻ. ആ ഹിദായത്ത് കിട്ടണേ എന്നാണ് ദിവസവും 17 തവണ നമ്മൾ പ്രാർത്ഥിച്ചത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, റബ്ബേ സിറാത്തുൽ മുസ്തഖീമിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ. ആ സിറാത്തുൽ മുസ്തഖീം ആരുടേതാണ്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗ്ഗമാണ്. ആരുടെ മാർഗ്ഗമല്ല? ജൂതന്മാരുടെയും ക്രിസ്തവരുടെയും മാർഗ്ഗമല്ല, നീ അനുഗ്രഹിച്ചവരുടെ മാർഗ്ഗം. ആരെയാണ് അല്ലാഹു അനുഗ്രഹിച്ചത്? വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅൽ ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. അള്ളാഹു അനുഗ്രഹിച്ചവരാരാ? നല്ല പൈസ അല്ലോല, നല്ല സ്ഥാനമാണല്ലോ അല്ല. അള്ളാഹു അനുഗ്രഹിച്ചവർ സിദ്ദീഖീങ്ങളും ശുഹദാക്കളും അംബിയാക്കളും സ്വാലിഹീങ്ങളും ഒക്കെയാണ്. അവരുടേതാണ് സിറാത്തുൽ മുസ്തഖീം. ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് എന്നെ നീ വഴി നടത്തണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ സിറാത്തുൽ മുസ്തഖീം എന്ന് തെറ്റിപ്പോയാലോ ഒരു കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, നബിയെ, ആ സിറാത്തുൽ മുസ്തഖീമിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം.
എടുക്കണമെങ്കിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന്. വലൗലാ അൻ തബ്ബത്നാ ലഖദ് കിത്ത തർകനു ഇലൈഹിം ശൈഅൻ ഖലീലാ. ആ ഹിദായത്തിന്റെ മാർഗത്തിൽ നിങ്ങൾ തെറ്റിപ്പോയാൽ, നിങ്ങൾ തെറ്റിപ്പോവാറായിട്ടുണ്ട്, അല്ലാഹു നിങ്ങളെ ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ മാറിപ്പോയാൽ ഹിദായത്തിന് തെറ്റിപ്പോകണുണ്ടല്ലോ, വലിയ ഗൗരവമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദല്ലാഅതനാക ലിഅഫൽ ഹയാതി വലിഅഫൽ മമാത് ثم لا تجد لك علينا نصيرا. ദുനിയാവിലും പരലോകത്തും നമുക്ക് ഇരട്ടി ശിക്ഷ കിട്ടും നബിയെ. അതുകൊണ്ട് ഹിദായത്തിന് തെറ്റിപ്പോവണ്ട. അല്ലാഹു ഉറപ്പിച്ചു നിർത്തിയത് കൊണ്ടാണ് നിങ്ങൾ ആ ഹിദായത്തിൽ ഉറച്ചു നിന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ചെരിഞ്ഞു പോവാൻ സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് വിശ്വാസികളെ, നമുക്ക് അല്ലാഹു തആല ചെയ്തു തന്ന, ഫ്രീ ആയി ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്ത് അത് ഹിദായത്താണ്. ആ ഹിദായത്ത് തെറ്റിപ്പോവാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ആര് പ്രാർത്ഥിക്കണം? നമ്മൾ പ്രാർത്ഥിക്കണം. സൂറത്ത് ആല ഇംറാനിന്റെ ഞാൻ ആദ്യത്തിൽ ഓതി വെച്ച ആയത്തുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഞാനത് ആദ്യത്തിൽ ഓതിയപ്പോൾ പലരും എന്റെ കൂടെ ഇങ്ങനെ ഓതി. ഇനിയും ഞാനത് ഓതുമ്പോൾ എന്റെ കൂടെ ഓതും. ദീനിൽ അഗാധ ജ്ഞാനികളായ വിവരമുള്ള പ്രാർത്ഥനയാണ് ഖുർആനിൽ. എന്താ പ്രാർത്ഥന? റബ്ബനാ ലാ തുസിഅ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ലാ തുസിഅ് ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ മാറ്റില്ല റബ്ബേ. എപ്പോ? ബഅദ ഇദ് ഹദൈതനാ, ഹിദായത്ത് തന്നിട്ട് മാറ്റില്ലേ. ഹിദായത്ത് കിട്ടിയിട്ട് കുഫറിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാക്കല്ല റബ്ബേ എന്നാണ് മുൻഗാമികളായ ദീനിൽ അഗാധ ജ്ഞാനികളായ ആളുകളുടെ പ്രാർത്ഥന. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസികളെ നിങ്ങൾ പ്രാർത്ഥിച്ചോളി, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. റബ്ബേ, ഹൃദയങ്ങളെ മാറ്റുന്ന റബ്ബേ, ദീനിൽ എന്റെ ഹൃദയത്തിനെ ഉറപ്പിച്ചു നിർത്തണേ എന്ന്. ആ ഹിദായത്തിലാണ് ഒന്നാമത്തെ നിഅമത്ത്. രണ്ടാമത്തെ നിഅമത്ത് ഏതാ പറയുന്നത്? ആഫിയത്താണ്. ആഫിയത്ത് നമ്മൾ പൊതുവെ കേൾക്കുന്ന അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. എന്താ ആഫിയത്തിന്റെ മലയാളം? സൗഖ്യം. സൗഖ്യം എന്ന് പറഞ്ഞാൽ അത് ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. മഹാനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പ ബദറുവിന് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലിംനി ശൈഅൻ അസ്അലുഹു അല്ലാഹു അസ്സ വജൽ, അല്ലാഹുവിനോട് ചോദിക്കാൻ പറ്റിയ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലില്ലാഹൽ ആഫിയ. അബ്ബാസ്, നിങ്ങൾ ആഫിയത്ത് ചോദിച്ചോളി, സൗഖ്യം അല്ലാഹുവിനോട് ചോദിച്ചോളി എന്ന് പറഞ്ഞു. ഫമക്കസ്തു അയ്യാമ, ഞാൻ കുറച്ച് ദിവസം നിന്നു. പിന്നെ ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് തന്നെ വന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിനോട് ചോദിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥന കൂടി എനിക്ക് നിങ്ങൾ പറഞ്ഞു തരുമോ? റസൂലുള്ളാഹി എന്നോട് പറഞ്ഞപ്പോൾ, യാ അബ്ബാസ്, യാ അമ്മി റസൂലില്ലാഹ്, അബ്ബാസേ, അല്ലാഹുവിന്റെ റസൂലിന്റെ വീണ്ടും നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്ത് ചോദിച്ചോളൂ. എവിടെയാണ് ദുനിയാവിലും പരലോകത്തും സൗഖ്യം? ദുനിയാവിൽ മാത്രം സൗഖ്യം ഉണ്ടായാൽ പോരാ, പരലോകത്ത് ഉണ്ടായാൽ പോരാ, ദുനിയാവിലും പരലോകത്തും ഉണ്ടാവണം. ഒരു സഹാബി സുഖമില്ലാതെ ആയിട്ടുണ്ട്, യുവാവാണ്. അയാളെ കാണാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു. അയാളാകെ ഇങ്ങനെ ദുർബല അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താ പറയല്? അയാൾ പറഞ്ഞു, നബിയെ, അല്ലാഹുവേ, എന്നെ ദുനിയാവിൽ നീ ശിക്ഷിക്കണമെങ്കിൽ ഇവിടുന്ന് ശിക്ഷിച്ചോ, പരലോകത്തേക്ക് എന്നെ കൊണ്ടുപോകരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കല് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ലാ തുതീഖുഹു, അങ്ങനെ പറയരുത് കേട്ടോ. നിങ്ങൾ എന്ത് പറഞ്ഞാൽ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ദുനിയാവ് മാത്രം പോരാ, പരലോകം മാത്രം പോരാ, ദുനിയാവിലും പരലോകത്തും ഹസനത്ത് തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യണേ എന്നാണ് നിങ്ങൾ പറയേണ്ടത് എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് അല്ലാഹു തആല ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്തിൽ രണ്ടാമത്തേത് നമുക്കുള്ള ആഫിയത്താണ്, സൗഖ്യമാണ്. ആ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അബ്ബാസിനോട് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ട്, നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയ ഫിദ് ദുനിയാ വൽ ആഖിറ
اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي اللهم استر عوراتي وآمن روعاتي اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال من تحتي. നമ്മൾ രാവിലെ വൈകുന്നേരം 3 വട്ടം പറയേണ്ട പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ, അല്ലാഹുവേ ഞാൻ നിന്നോട് സൗഖ്യം ചോദിക്കുന്നു. ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും പരലോകത്തുമാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി, ദീനിൽ എനിക്ക് ആഫിയത്ത് വേണം. വദുനിയായ, ദുനിയാവിലും വേണം. വഅഹ്ലി, കുടുംബത്തിൽ എനിക്ക് ആഫിയത്ത് വേണം. വമാലി, എന്റെ സമ്പത്തിലും എനിക്ക് ആഫിയത്ത് വേണം. എന്താ കുടുംബത്തിൽ ആഫിയത്തില്ല? വീട്ടിലൊന്നും കച്ചറ, കുടുംബത്തിൽ ആഫിയത്തില്ല. പണത്തിൽ ബർക്കത്തില്ല, അതിന് പണത്തിൽ സൗഖ്യമില്ല. ദീനില് ഒരു ഉഷാറ് കിട്ടുന്നില്ല, ആഫിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ഇനിയോ ശരീരത്തിന് മാത്രം കിട്ടേണ്ടതും ചോദിക്കണ്ടേ? അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ اللهم إني أعوذ بك من الكفر والفقر وأعوذ بك من عذاب القبر لا إله إلا أنت. രാവിലെ 3 പ്രാവശ്യം, വൈകുന്നേരം 3 പ്രാവശ്യം പറയണം എന്ന് പറഞ്ഞു. അറിയില്ലെങ്കിൽ പഠിക്കാൻ എന്തൊക്കെ മാർഗമുണ്ട്? മൊബൈൽ ആപ്പുകളുടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലേ? ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നപ്പോ ആപ്പ് മാത്രം തുറന്നില്ല. എന്താ ചോദിക്കണേ? അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുവേ എന്റെ ശരീരത്തിൽ നീ ആഫിയത്ത് നൽകണം. വഅല്ലാഹുമ്മ ആഫിനി ഫീ സമഈ, അല്ലാഹുവേ എന്റെ കാതിന് നീ ആഫിയത്ത് നൽകണം. കാത് കേൾക്കാത്തവനാക്കരുത്. അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, എന്റെ കണ്ണിന് നീ കാഴ്ച നൽകണേ റബ്ബേ. നമ്മുടെ സുഹൃത്തുണ്ട്, അല്ലാഹു അവനെ പരിപൂർണ്ണ ശിഫ നൽകട്ടെ. ജോലി സ്ഥലത്ത് ചെന്നപ്പോ ഒന്നും കാണുന്നില്ല. തന്റെ വാഹനം ഓടിച്ച് ജോലി സ്ഥലത്ത് എത്തിയതാണ്. ജോലി സ്ഥലത്ത് എത്തിയിട്ട് പിന്നെ ഒന്നും കാണില്ല. അതാണ് ആഫിയത്തില്ലാതെയാവുക എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനോട് ശരീരത്തിന് ആഫിയത്തിന് വേണ്ടി ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്സ് പിരിയുമ്പോൾ ഒരു പ്രാർത്ഥന, വലിയൊരു പ്രാർത്ഥന, ആ പ്രാർത്ഥന എല്ലാ സദസ്സ് പിരിയുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാറുണ്ടാവും. വലിയൊരു പ്രാർത്ഥനന്റെ ഒരു ഭാഗത്തിൽ വിശ്രമ പ്രാർത്ഥനയോ واجعله الوارث منا اللهم ومتعنا اللهم واسماعنا وابصارنا وقوتنا ما احييتنا. ജീവിക്കുന്ന കാലം ശക്തിയും കഴിവും കാഴ്ചയും ഉണ്ടാക്കണേ റബ്ബേ. ചെവി കേൾക്കാത്ത ഒരാൾ മരിച്ചാൽ എന്താ പറയാ? ആരാ മരിച്ച? മുഹമ്മദ്. ഏത് മുഹമ്മദ്? ആ ചെവി കേൾക്കാത്ത മുഹമ്മദ്. ആരാ മരിച്ച? അഹമ്മദ്. ഏത് അഹമ്മദ്? കണ്ണ് കാണാത്ത അഹമ്മദ്. ആരാ മരിച്ച? അബൂബക്കർ. 5 കൊല്ലം രോഗിയായി കിടന്ന്. അതാണ് ആഫിയത്തില്ലാത്ത അവസ്ഥ. അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. എന്തറിയോ? ജീവനുള്ള കാലം ആഫിയത്തോട് കൂടി ജീവിപ്പിക്കണേ, മരിക്കുമ്പോൾ ആഫിയത്തോട് കൂടി മരിപ്പിക്കണേ എന്നാണ്. സുഹൃത്തുക്കളെ, ഇപ്പൊ നമുക്കൊക്കെ ആഫിയത്തുണ്ട്. അതുകൊണ്ട് ഞാനും പള്ളിയിൽ വന്നത്. എത്രയോ ആളുകൾ ഇപ്പൊ ഹോസ്പിറ്റലിലാണുള്ളത്. അള്ളാഹു എല്ലാവർക്കും ശിഫ നൽകുമാറാവട്ടെ. പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി നമ്മളിവിടെ ഇങ്ങനെ പോകുന്നു. പക്ഷേ ആ ആഫിയത്ത് ഇല്ലാതെയാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ ഫുജാഅതി നിക്മതിക വ ജമീഇ സഖ്തിക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, റബ്ബേ നീ എനിക്ക് ചെയ്തു തന്ന നിഅമത്ത് ഇല്ലാതെയാകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അല്ലാഹ് ചെയ്തു തന്ന നിഅമത്ത് എന്ത് ചെയ്യും? പിൻവലിക്കും. നല്ലൊരു വാഹനം നിഅമത്താണ്. പക്ഷെ വാഹനം വേറെ വാഹനത്തിന് തട്ടി ആകെ പ്രശ്നമായി. നിഅമത്ത് അല്ലാഹു തആല പിൻവലിക്കും. വതഹവ്വുലി ആഫിയതി, എന്റെ ആഫിയത്ത് എന്നിൽ നിന്ന് ഇല്ലാതെയാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ ശരണം ചോദിക്കുന്നു റബ്ബേ.
എത്രയോ ആഫിയത്തുള്ള ആളുകൾ ആഫിയത്തില്ലാതെ രോഗികളാണ്. അതുകൊണ്ട് ആഫിയത്ത് മാറിപ്പോകുന്നതിൽ നിന്ന് രക്ഷ ചോദിക്കണം. എവിടെന്ന് ആഫിയത്ത് പോവുക? എവിടെന്നും പോവാം, ജോലി സ്ഥലത്ത് നിന്ന് പോവാം. കുറച്ച് ദിവസം മുമ്പ് ഞാൻ എന്റെ സ്ഥിരമായി ക്ലാസ്സിന് വരുന്ന ഒരാളെ കാണാതെയായപ്പോൾ അന്വേഷിച്ചു. അയാൾക്ക് എന്താ പറയുന്നത്? അയാൾ ജോലി സ്ഥലത്ത് നിന്ന് വീണ് തുടയലിൽ പൊട്ടിക്കിടക്കുകയാണ്. അതാണ് ആഫിയത്തില്ലാതെ. എന്നിട്ട് അയാൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസം മുതൽ ഇന്ന് വരെ ഞാൻ എണീറ്റിരുന്നിട്ടേയില്ല. അയാൾ ഒന്നും എണീറ്റിരുന്നിട്ടില്ല. അതാണ് ആഫിയത്തില്ലാതെയാവുക. അതുകൊണ്ട് വിശ്വാസികളെ ആഫിയത്ത് മിസ്സാവാതിരിക്കാൻ, നഷ്ടമാവാതിരിക്കാൻ പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണ് മരിക്കുന്നതിൽ നിന്ന്, ഉയരങ്ങളിൽ നിന്ന് വീണ് മരിക്കുന്നതിൽ നിന്ന്, മുങ്ങി മരിക്കുന്നതിൽ നിന്ന്, കരിഞ്ഞു മരിക്കുന്നതിൽ, കത്തിക്കരിഞ്ഞു മരിക്കുന്നതിൽ നിന്ന്, വാർദ്ധക്യ സഹജമായ അസുഖത്താൽ മരിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു റബ്ബേ. ആഫിയത്തില്ലാതെയാവുക അതിൽപ്പെട്ടതാണെന്ത്? വാർദ്ധക്യം. ഇനി ഇങ്ങനെയൊന്നും സംഭവിച്ചില്ല, അപകടങ്ങളൊന്നും പറ്റാതെ സേഫായി ഇങ്ങനെ പോയി ഞാനും അവസാനം വയസ്സായാലോ ആർക്കും ആയിരൂല. അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. ആഫിയത്തില്ലെങ്കിൽ ആർക്കും വേണ്ട. അതുകൊണ്ടാണ് മഹാനായ ഉസാമത്ത് ബിൻ ശരീഖ് പറഞ്ഞു, ഒരു അഅറാബി വന്ന്, ഒരു സാധാരണക്കാരൻ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അലാ നതദാവാ, നബി ഞങ്ങൾ ചികിത്സിക്കട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞു, നാം യാ ഇബാദല്ലാഹ് തദാവു, നിങ്ങൾ ചികിത്സിച്ചോളി എന്ന് പറഞ്ഞു. ഫഇന്നല്ലാഹ ലം യളഅ ഇല്ലാ വഅലഹു ശിഫാ, ഏതൊരു രോഗമുണ്ടോ അതിനെല്ലാം ഒരു ശമനവും അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. ശമനം എല്ലാത്തിനുള്ളൂ, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്തിനു വിഷമനോ ഇല്ല, ഒരൊറ്റ രോഗത്തിനും മരുന്നില്ല. അതേതാ? എന്തിനു വിഷമാണ്? അപ്പൊ സാബത്ത് ചെയ്യാ റസൂലുള്ളാഹി, ഏതാണ് മരുന്നില്ലാത്ത രോഗം? ക്യാൻസർ, മുടി കൊഴിച്ച്, അല്ല ഹറം, വാർദ്ധക്യം. അതിനെന്തില്ല മരുന്നില്ല. അല്ലാഹുവിനോട് ശരണം തേടണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസൽ, റബ്ബേ മടിയിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു. വഅഊദു ബിക മിനൽ ജുബ്ൻ, ഭീരുത്വത്തിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅഊദു ബിക മിനൽ ഹറമി, വാർദ്ധക്യമായി ഞാൻ കിടപ്പിലാകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅഊദു ബിക മിനൽ ബുഖ്ലി, വിശുക്കൻ മനസ്സിൽ നിന്നും റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വയസ്സാകുമ്പോ തെറ്റാ? വയസ്സാകണ തെറ്റൊന്നല്ല, പക്ഷെ ആഫിയത്തില്ലാതെ വയസ്സാകുന്നത് ബുദ്ധിമുട്ടാണ്. ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ആഫിയത്ത് ഉണ്ടാവാൻ ചോദിക്കുമ്പോൾ വയസ്സായി മറ്റുള്ളവർക്ക് ഭാരമാകുന്ന അവസ്ഥ ഉണ്ടാക്കരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, നബിയെ മനുഷ്യന്മാരിൽ ഏറ്റവും നല്ല ആളാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ത്വാല ഉംറ വഹസന അമല, കൂടുതൽ കാലം ജീവിക്കുകയും കൂടുതൽ നന്മ ചെയ്യുകയും ചെയ്തവരാണ് ജനങ്ങളിൽ നല്ലവൻ. നന്മ ചെയ്യണേ എന്ത് വേണം? ആഫിയത്ത് വേണ്ടേ? ഒരു കാലം ജീവിക്കണം തെറ്റല്ല, മോശമല്ല. പക്ഷെ ആഫിയത്തോടു കൂടി എന്ത് ചെയ്യണം? ജീവിക്കണം. 98 വയസ്സായി ഒരു പ്രശ്നമില്ല. സാധാരണ നമ്മളെന്താ പറയാ? രാവിലെ നടക്കണം, ആളുകളൊക്കെ രാവിലെ നടക്കുക, ആഫിയത്തൊക്കെ പോയിക്കണം. എല്ലാവർക്കും കണക്കായി. ഭക്ഷണക്രമങ്ങളും സാഹചര്യങ്ങളൊക്കെ എന്തുണ്ട്? അതിന്റെ ഭാഗമാണ് മാത്രം. അതുകൊണ്ട് കൂടുതൽ കാലം ജീവിക്കുമ്പോൾ ആഫിയത്തോടു കൂടി ജീവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മരിക്കണീന് മുമ്പ് ആഫിയത്തോടു കൂടി നല്ലത് ചെയ്യാൻ പറ്റും. ഒരു മനുഷ്യൻ വന്നിട്ട്, അൻസ്വാരിയായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞു ചോദിച്ചു, നബിയെ മുഅ്മിനുകളിൽ ഏറ്റവും നല്ല ആളാരാ? നല്ല സ്വഭാവമുള്ള ആളാണ് എന്ന് പറഞ്ഞു. അയാൾ അടുത്ത ചോദ്യം ചോദിച്ചു, എങ്കിൽ മുഅ്മിനുകളിൽ ഏറ്റവും ബുദ്ധിയുള്ളവൻ ആരാണ് നബിയെ? ആ സ്ഥലത്ത് പുതിയൊരു കച്ചവടം തുടങ്ങിയ ആള്, അവിടെ പുതിയ സ്ഥലം വാങ്ങിട്ട ആള്, ഇന്ന സാലറി വാങ്ങുന്ന ആള്, ഒന്നും പറഞ്ഞില്ല. ആരാ ബുദ്ധിമാനം പറയോ? മരണത്തെ കുറിച്ച് ധാരാളമായി ഓർക്കുകയും മരണത്തിനപ്പുറമുള്ള ലോകത്തേക്ക് വേണ്ടി
ഒരുങ്ങുകയും ചെയ്തവരാണോ ആരാണോ ഉലൈകൽ അഖിയാസ്, അവരാണ് ബുദ്ധിമാന്മാരായ ആളുകൾ. ബുദ്ധിയില്ലാരാ? മരിക്കണതിന് മുമ്പ് മരിക്കാൻ ശേഷമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അമല് ചെയ്തവനാണ് ബുദ്ധിയില്ല. പ്ലാൻ ചെയ്ത ആള് അയാളാണ്. പക്ഷെ നമ്മളെ അവസ്ഥ എന്താ? ഓടുകയാണ്. വിശ്രമമില്ലാത്ത ഓട്ടാണ്. എന്തിന്? സമ്പാദിക്കാൻ. സമ്പാദിച്ചത് എത്രയുണ്ടാവുള്ളൂ? സമ്പാദിക്കുകയും അത് എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമ്മ സ്വഭാവമാണ് അല്ലെ? അക്കൗണ്ട് ഓപ്പൺ ആക്കും, എത്ര ബാലൻസ് നോക്കും. പേഴ്സ് എടുക്കും, എത്ര ഉണ്ട് നോക്കും. ഒരു മെസ്സേജ് വന്നാൽ നോക്കും, ടോട്ടൽ എത്ര ഉണ്ട് നോക്കും. അതാണ് അവന്റെ സമ്പത്ത്. അല്ലദീ ജമഅ മാല, സമ്പത്ത് ഒരുമിച്ച് കൂട്ടും, പോരാ എണ്ണും. അവനാന്റെ എത്ര ബാലൻസ് ആണെന്ന് അറിയാത്ത ഒരൊറ്റ ആളുണ്ടാവും. ഏകദേശം 1 രൂപ 2 രൂപ മാറ്റുന്ന ഏകദേശം പൈസ എല്ലാവർക്കും ഒരു ധാരണ എണ്ണിക്കൊണ്ടേയിരിക്കുകയാണ് മനുഷ്യൻ. ഇടക്കിടക്ക് ഓർമ്മ ഉണ്ട്, കൺഫേം ചെയ്യും. അതാണ്. എന്നിട്ട് അവന് വിചാരിക്കണം പൈസ ഉണ്ടായാലും ഒക്കെ ആയി നാം വിചാരിക്കാം. അബൂലഹബിന്റെ ഇരുകരങ്ങളും നശിക്കട്ടെ. അബൂലഹബിന്റെ പേരൊന്നും എന്തുകൊണ്ടാ? ചൊറുക്കില്ല ആള് എന്നാണ്. അയാളെ പേര് വേറെന്തൊക്കെയാണ്. പക്ഷെ അബൂലഹബ് എന്ന് പറഞ്ഞത് പേര് ഭംഗിയുണ്ടാണ്. അബൂലഹബിന് എന്തുണ്ട്? പൈസ ഉണ്ട് അല്ലേ? പക്ഷെ അല്ലാഹു പറഞ്ഞു അബൂലഹബ് ഒരുമിച്ച് കൂട്ടിയതോ അവൻ സമ്പാദിച്ചതും അവന് ഉപകാരപ്പെട്ടില്ല. അബൂലഹബിന്റെ മക്കളോ സമ്പാദ്യമോ അബൂലഹബിന് ഉപകാരപ്പെട്ടില്ല. ചീഞ്ഞുനാറിയ അന്ത്യമായിരുന്നു അബൂലഹബിനെ. ഇടതു കൈയിൽ രേഖ കിട്ടുന്നവൻ പറയുന്ന വാക്കുണ്ട്, മരണം എന്റെ ജീവിതത്തിന്റെ സമ്പൂർണ്ണ വിരാമമായിരുന്നെങ്കിൽ, മരണത്തിനപ്പുറം ഒരു ജീവിതമില്ലായിരുന്നുവെങ്കിൽ, മരണത്തോടെ എല്ലാം തീരുമായിരുന്നെങ്കിൽ. زعم الذين كفروا أن لن يبعثوا قل بلى وربي لتبعثن ثم لتنبؤن بما عملتم وذلك على الله يسير. നിഷേധികൾ ഇങ്ങനെ പറഞ്ഞു, മരണത്തിനപ്പുറം ജീവിതമില്ല. മരിച്ചു മണ്ണായാൽ കബറിൽ കൊണ്ടുപോയി വെച്ചാൽ, സെമിത്തേരികളിൽ ചുടലക്കളങ്ങളിൽ കൊണ്ടുപോയി ഇട്ടാൽ ഇനിയൊരു ജീവിതമേ ഇല്ലെന്നവർ പറഞ്ഞു. അവരോട് അല്ലാഹു പറഞ്ഞു, വൽ ഖുർആനിൽ മജീദ് ബൽ അജിബു അൻ ജാഅഹും മിൻഹും ഫഖാലൽ കാഫിറൂന ഹാദാ ശൈഉൻ അജീബ് ഫഇദാ മിത്നാ വകുന്നാ തുറാബാ ദാലിക റജുഉൻ ബഈദ്. മരിച്ചു മണ്ണായാൽ ഇനിയും ഞാൻ ജീവിക്കുമോ എന്നവർ ചോദിച്ചു. ഫഇദാ കുന്നാ ഇളാമൻ നഖിറാ ഖാലൂ തിൽക ഇദൻ കറത്തുൻ ഖാസിറാ. അത് വല്ലാത്തൊരു നഷ്ടകരമായിരിക്കും. മരിച്ചു മണ്ണായി ഇനിയും ജീവിക്കുമോ എന്ന് ചോദിച്ച ആളോടുള്ള പറയാ. നാളെ ഖിയാമത്ത് നാൾ എടുത്തെങ്കിൽ രേഖ കിട്ടുമ്പോൾ അവൻ പറയുന്ന, മരണത്തോടു കൂടി എല്ലാം തീർന്നിരുന്നുവെങ്കിൽ പൈസ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല, അധികാരം കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല. എന്റെ അധികാരവും സമ്പത്തുമൊക്കെ ഇവിടേക്കേ പറ്റുള്ളൂ. പരലോകത്ത് പൈസ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റൂല, അധികാരം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റൂല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലുണ്ടല്ലോ, നിങ്ങളുടെ താരപോരിമ നടിക്കൽ നിങ്ങൾക്ക് ഏതുവരെയുള്ളതെന്നറിയോ? നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നത്, എന്റെ വിസിറ്റ് തൽക്കാലം വിസിറ്റിംഗ് വിസ ഉണ്ടാവും, കാലകാലത്തിനല്ല എന്നാണല്ലോ പ്രയോഗിച്ചത്. നിങ്ങൾ കബറിൽ എന്തേ ഉള്ളൂ? വിസിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ബാക്കി എവിടേക്കാ പോണത്? എവിടേക്കാ? അല്ലാഹുവിലേക്ക് പോകും. ഒരു നാട്ടക്കുറിയെ ലക്ഷ്യമാക്കി അവർ അല്ലാഹുവിലേക്ക് പോകും. താൽക്കാലികമായൊരു വിസിറ്റിംഗ് കേന്ദ്രമാണ്
ഖബർ. ആ ഖബറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ ഇങ്ങനെ പറയും, എന്റെ പൈസ എന്റെ പൈസ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മനുഷ്യ, നിന്റെ പണത്തിൽ നിന്ന് നിനക്കുള്ളതെന്നറിയോ? നീ തിന്ന് ദഹിച്ചതേ ഉള്ളൂ. നീ ധരിച്ച് നുരുമ്പിപ്പോയതേ ഉള്ളൂ. ധരിച്ചതെല്ലാം നമ്മുടേതല്ല. ഞാൻ ഇന്നിട്ട് എന്റെ വെള്ള തുണിയില്ലേ, ഞാൻ ഇന്ന് വെള്ളിയാഴ്ചക്ക് വേണ്ടി ഉടുത്ത തുണിയില്ലേ, ഞാൻ ഇന്ന് മരിച്ചാൽ അത് കഴുകിയിട്ട് എന്റെ വീട്ടുകാർ അത് ഉപയോഗിക്കും, പുതിയ തുണിയാണെന്ന് പറയും. അത്രയേ ഉള്ളൂ. പക്ഷെ ദ്രവിച്ചത് മാത്രമേ എനിക്കുള്ളൂ. കൊടുത്ത സദക്ക മാത്രമേ എനിക്കുള്ളൂ. കൊടുക്കാത്ത എന്റെ ഒരു രൂപയും എന്റേതല്ല. മരണത്തോടെ അനന്തരാവകാശികൾ എന്റെ സ്വത്ത് മരണത്തിന്റെ വരെ എനിക്കുള്ളൂ. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചോദിക്കും, നോമിനി ആരാണ്? എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ മരിച്ചാൽ ഒരു റോളും ഇല്ല. ഖബറിലേക്ക് ATM കൊണ്ടുപോകാൻ പറ്റൂല, ഗൂഗിൾ പേ കൊണ്ടുപോകാൻ പറ്റൂല, ഒരു സംഗതി ഖബറിലേക്ക് കൊണ്ടുവരാ. മരിക്കണതുവരെ മാത്രം. മരണത്തോടെ അതെല്ലാം തീരും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, മാ മിൻകും അഹദൻ ഇല്ലാ സയകല്ലിമുഹു റബ്ബുഹു. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് നാളെ സംസാരിക്കുന്നതാണ്. ലൈസ ബൈനഹു വ ബൈനഹു തുർജുമാൻ. നിങ്ങൾക്കും റബ്ബിനും ഇടയിൽ ഒരു ട്രാൻസ്ലേറ്ററുടെയും ആവശ്യമില്ല. എന്നോട് ഒരാള് ഭാഷ ചോദിച്ചാൽ പറയും അറിയില്ല എന്ന് പറയും. ക്യാന്ന് ചോദിക്കും. നിങ്ങളോട് ചോദിച്ചാൽ വേറൊരു ഭാഷ ചോദിച്ചാൽ നിങ്ങൾ അറിയില്ല എന്ന് പറയും. ഒരു ട്രാൻസ്ലേറ്റർ ആവശ്യമില്ല. തൊട്ടടുത്തോട് ചോദിക്കും, എന്താ പറഞ്ഞ ചോദിക്കലേ? നാളെ പരലോകത്ത് ഒരു ട്രാൻസ്ലേറ്ററുടെയും ആവശ്യമില്ല. റബ്ബിനോട് സംസാരിക്കും. അയാൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വലതുഭാഗത്തേക്ക് അയാൾ നോക്കും. മുൻ ചെയ്ത അമലല്ലാത്ത ഒന്നും വലതുഭാഗത്ത് കാണുകയില്ല. ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോഴും മുമ്പ് ചെയ്തതല്ലാത്ത ഒന്നും കാണില്ല. മുന്നിലേക്ക് അയാൾ ഇങ്ങനെ നോക്കും. മുന്നിൽ നരകത്തെ കാണുന്ന നിസ്സഹായനായ അയാൾ നിൽക്കുന്നൊരു നേരമുണ്ട്. കൺമുന്നിൽ നരകത്തെ അയാൾ കാണും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തെ സൂക്ഷിച്ചോളി മനുഷ്യരെ, ഒരു കാരക്കയുടെ കഷ്ണം കൊണ്ടെങ്കിലും, ഈത്തപ്പനുണ്ടല്ല, ഈത്തപ്പന തോട്ടം കൊണ്ടല്ല, ഒരു കാരക്കന്റെ കഷ്ണം കൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിച്ചോളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആഫിയത്ത് ഉണ്ടാകുമ്പോഴേ പൈസക്ക് ആവശ്യമുള്ളൂ. പൈസ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല ആഫിയത്തില്ല. എത്ര പൈസ നമുക്ക് രോഗിയായിട്ട് ഒരാൾ വെച്ചോളൂ, ബൈസ്റ്റാൻഡായിട്ട് ഒരാൾ വെച്ചോളൂ. അയാൾ തൃപ്തിയോട് കൂടിയല്ല പണിയെടുക്കുന്നത്. അയാൾ നിവൃത്തിയോട് കൊണ്ടാണ് പണിയെടുക്കുന്നത്. നിങ്ങൾ ലക്ഷങ്ങൾ എണ്ണി കൊടുത്താലും നിങ്ങളുടെ മലം അയാൾക്ക് മലമാണ്, നിങ്ങളുടെ മൂത്രം അയാൾക്ക് മൂത്രമാണ്. സംതൃപ്തിയോടെയല്ല അയാൾ ചെയ്യുന്നത്. അയാൾ നിവർത്തികേട് കൊണ്ടാണ് അയാൾ ചെയ്യുന്നത്. ആഫിയത്തില്ലെങ്കിൽ അതുകൊണ്ട് സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല, അധികാരമുണ്ടായിട്ട് കാര്യമില്ല. ആഫിയത്താണ് ഏറ്റവും വലിയ നിഅമത്തുകളിൽ രണ്ടാമത്തേത്. ആ ആഫിയത്ത് നീങ്ങി പോകാതിരിക്കാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടവരാണ് വിശ്വാസികൾ എന്ന തിരിച്ചറിവാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. അല്ലാഹു തആല ആഫിയത്തോടു കൂടി നമ്മെ എല്ലാവരെയും മരിപ്പിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല പരിശുദ്ധമാക്കിയ 4 മാസങ്ങളിൽ ഒന്നായ റജബ് മാസത്തിന്റെ ഏകദേശം അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ശഅബാനും കഴിഞ്ഞ് റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കും. റമളാൻ വരുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷത്തെ നോമ്പ് വല്ലതും മിസ്സായിട്ടുണ്ടെങ്കിൽ, ഗർഭിണികളുണ്ടാവാം, പ്രസവിച്ചവരുണ്ടാവാം, ചില അസുഖങ്ങൾ കാരണം നോമ്പ് നോൽക്കാൻ പറ്റാത്തവരുണ്ടാവാം. ഇനി കുറഞ്ഞ സമയങ്ങളേ ഉള്ളൂ.
ആ സമയങ്ങളിൽ മിസ്സായ നോമ്പുകൾ ഉണ്ടെങ്കിൽ നോറ്റു വീട്ടി പുതിയൊരു റമളാനിനെ വരവേൽക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. റമളാനിന് വേണ്ടി പല നിലക്ക് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടാവാം. പക്ഷേ ആ റമളാനിന് വേണ്ടി ഇബാദത്ത് കൊണ്ട് ഒരുങ്ങാൻ ഒരു നോമ്പും കടമില്ലാതെ അടുത്ത റമളാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഭാര്യമാരും നമ്മുടെ മക്കളുമൊക്കെ ആ കാര്യം ശ്രദ്ധിക്കുന്നു എന്ന് പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട് എന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. നന്മകളെല്ലാം പൂർത്തീകരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു തആല പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകുമാറാവട്ടെ. മരിക്കുന്നതുവരെ ആഫിയത്തോടുകൂടി ജീവിക്കാനും മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി മരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമുക്കിടയിൽ നിന്ന് മരണപ്പെട്ടു പോയ സുഹൃത്തുക്കൾ, ഈ അടുത്ത് നമ്മുടെ കൂടെ ജീവിച്ച സൈഫ് അടക്കമുള്ള ആളുകൾ, അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അവരുടെ ഖബറിടത്തെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആദരിക്കുകയും ചെയ്യുമാറാവട്ടെ. കുടുംബത്തോടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് തവഫനാ മുസ്ലിമീന വൽ ഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. عباد الله أقيموا الصلاة.